ചോദിക്കട്ടെ, ഇപ്പോൾ പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ നടമാടുന്ന അർത്ഥഭാഷത്തെക്കുറിച്ച് വിമർശനം ഉന്നയിക്കുകയാണ്. ബി.ജെ.പിക്കും മോദിക്കും അമിത്ഷായ്ക്കും തിരിച്ചു ചോദിക്കാം, അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയ ആളല്ലേ നിങ്ങളുടെ മുത്തശ്ശി, പിന്നെ രാഹുലിന് മിണ്ടാൻ പറ്റുമോ? പറ്റും. കാരണം അടിയന്തരാവസ്ഥയുടെ കാലത്ത് ഉണ്ടായിപ്പോയ തെറ്റുകളെ തിരുത്തി പറഞ്ഞ ആളാണ് കോൺഗ്രസിന്റെ പാരമ്പര്യത്തിൽ രാഹുൽ ഗാന്ധി ആണല്ലോ. കോൺഗ്രസ് സ്ട്രക്ചറിൽ AICC പ്രസിഡന്റുമാരുടെ ലിസ്റ്റ് എടുത്താൽ അതിനെ ആദ്യമായി തിരുത്തി പറയുന്നതും അന്നുണ്ടായ പോലീസ് അട്രോസിറ്റികൾ അത് 6 ഭാഗത്ത് നിന്നാണെങ്കിലും അത് തെറ്റായിപ്പോയി എന്ന് ഏറ്റു പറഞ്ഞ ആളാണ് രാഹുൽ ഗാന്ധി. അത് പറഞ്ഞ ശേഷം അദ്ദേഹത്തിന് അത് പറയില്ലേ? പറയാൻ പറ്റും. പിണറായി വിജയൻ പറയോ എന്റെ കാലത്തുണ്ടായ രക്ഷാപ്രവർത്തനം തെറ്റായിപ്പോയി എന്ന് പറഞ്ഞിട്ട് വരാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അവിടെയാണ് തെറ്റുകൾ മനുഷ്യന് പറ്റാം, അത് തിരുത്തുക, ഏറ്റുപറയുക എന്നുള്ളതാണ്. അത് ഏറ്റു പറഞ്ഞിട്ടുണ്ട് ശ്രീ രാഹുൽ ഗാന്ധി. അങ്ങ് ഉദാഹരിച്ച ഉദാഹരണത്തിന്റെ ബേസിലാണ് ഞാൻ പറയുന്നത്. ഇനി 2, ഞങ്ങളെ സംബന്ധിച്ചിപ്പോ CPIക്കോ മറ്റാർക്കെങ്കിലും പ്രതിപക്ഷ സ്ഥാനം കിട്ടുന്നത് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ച് അത് CPM കയ്യിൽ വെക്കുന്നതാണ് നല്ലത്. കാരണം പിണറായി വിജയന്റെ മോളിൽ പെർഫോം ചെയ്യാൻ മറ്റൊരാളെയും CPM അവർ സമ്മതിക്കില്ല. ഇപ്പൊ നേരത്തെ അങ്ങ് പെറ്റി ഈഗോ ആണോ എന്ന് ചോദിച്ചു. ഞാൻ പെറ്റി ഈഗോ ആയിട്ടാണ് അവതരിപ്പിച്ചത്. പെറ്റി ഈഗോകളുടെ അയ്യരുകൾ കണ്ടില്ലേ പിണറായി വിജയന്റെ കാലത്ത്? എങ്ങനെയാണ് ശൈലജ ടീച്ചറിന് പിന്നീട് മന്ത്രിസ്ഥാനം ഇല്ലാതായി പോയത്? അപ്പോ ആ ശൈലജ ടീച്ചറിന് മാത്രമല്ലല്ലോ ആ മന്ത്രിസഭയിൽ ആർക്കും കൊടുത്തില്ലല്ലോ എന്ന് ചോദിക്കാം. അപ്പൊ എന്റെ അടുത്ത ചോദ്യം, എങ്ങനെയാണ് പോളിറ്റ് ബ്യൂറോയും പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയും പ്രത്യേക ഇളവ് പാർട്ടി ഭരണഘടനയിൽ പോലും ഇല്ലാത്ത പ്രത്യേക ഇളവ് പിണറായി വിജയന് വേണ്ടി മാത്രമായിട്ട് കൊടുക്കുന്നത്? മുഖ്യമന്ത്രി പദത്തിൽ 2ാമതും അദ്ദേഹം വരാൻ കൊടുത്തു എന്നത് ഇരിക്കട്ടെ, എന്തിനാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി ആ ഇളവ് കൊടുക്കുന്നത്? G. സുധാകരനും തോമസ് ഐസക്കും അടക്കമുള്ള കണ്ണൂരിന് വെളിയിലുള്ള ആലപ്പുഴ ഒരു മധ്യ കേരള ബെൽറ്റിൽ നിന്ന് വരുന്ന CPM നേതാക്കളെ എങ്ങനെയാണ് പെറ്റി ഈഗോടെ പുറത്ത് പിണറായി വിജയൻ 2ാം സർക്കാരിൽ ഒതുക്കിയതെന്ന് നമ്മൾ കണ്ടാണല്ലോ. അവരത് തുറന്നു പറയില്ലെങ്കിലും നമ്മൾ പറയണ്ടേ പെറ്റി ഈഗോയുടെ ഭാഗമായി അന്ന് അധികാരത്തിലിരുന്ന VS അച്യുതാനന്ദൻ സർക്കാരിനെ എങ്ങനെയാണ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ പ്രതിരോധത്തിലാക്കിയത് എന്ന് നമ്മൾ കണ്ടല്ലേ. അപ്പൊ പിണറായി വിജയനെ സംബന്ധിച്ച് പെറ്റി ഈഗോ അദ്ദേഹത്തിന്റെ കൂടെയുള്ളതാണ്. അദ്ദേഹം പെറ്റി ഈഗോയ്ക്ക് പേരെടുത്ത ആളാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോ അതിന്റെ പുറത്താണോ, അതുകൊണ്ടാണോ അദ്ദേഹം ഒരുപക്ഷെ ഈ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്തതെന്ന് സംശയം വരും. കാരണം എന്താ, CPM നിന്ന് ഒരാൾ വന്നാൽ പിണറായി വിജയൻ അപ്പുറത്ത് പെർഫോം ചെയ്യില്ല. എന്നാൽ CPI നിന്നോ മറ്റു പാർട്ടിയിൽ നിന്നോ ഒരാൾ വന്നാൽ, ഇപ്പൊ നിലവിൽ കേരള കോൺഗ്രസിന്റെ മെമ്പർമാരില്ല, CPIക്കാണുള്ളത്. CPI നിന്ന് ഒരാൾ വന്നാൽ സ്വാഭാവികമായും അയാൾക്ക് ബിയോണ്ട് ദ ലിമിറ്റ് പെർഫോം ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചേക്കാം. ഇപ്പോ ഡോക്ടർ മുനീർ സാഹിബിന്റെ ഒക്കെ പ്രസംഗം എത്രയോ എണ്ണം നമ്മുടെ കയ്യിലുണ്ട്. അദ്ദേഹം പ്രതിപക്ഷ ഉപനേതാവല്ലേ ആയിരുന്നില്ലേ? അപ്പോ റിമാർക്കബിൾ ആയ ജനം ഇത് കൊള്ളാമായിരുന്നു, ഈ സംസാരം കൊള്ളായിരുന്നു എന്ന് പറയുന്ന എത്രയോ എണ്ണം മുനീർ സാഹിബിന്റെ ഭാഗത്തു നിന്നുണ്ട്. അപ്പൊ അതുപോലെ പെർഫോം ചെയ്യുന്ന ഒരാൾ വന്നാൽ അത് ഇദ്ദേഹത്തെ കടത്തിവെട്ടുന്ന അവസ്ഥയിലേക്ക് പോകുമോ എന്ന ഭയം അദ്ദേഹത്തിനുണ്ടോ എന്ന് സംശയിച്ചെന്താ തെറ്റ്? അദ്ദേഹം മുമ്പ് അതൊക്കെ സംശയിച്ചിട്ടുണ്ടെന്നേ.